നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്ന ആളുകൾ എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ പേര് ഒരുമാതിരി പിറപ്പ് പണിയെന്ന് പറയും. സാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായം മേടിച്ചു തന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? നമസ്കാരം. സത്യത്തിൽ CPM പാർട്ടി മനുഷ്യരെ കാണുന്നത് എങ്ങനെയാണ്? പഴയ ഫ്യൂഡൽ മനസ്ഥിതിയല്ലേ ഇപ്പോഴും ഈ പാർട്ടിക്കുള്ളത്? അതുകൊണ്ടല്ലേ പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചിട്ട് ഇവന്മാർ നമുക്കിട്ട് വെച്ചു, ഇതിന്റെ പേര് പിറപ്പ് പണിയെന്ന് സഖാവ് MM മണി പറഞ്ഞു വെച്ചത്. പണ്ട് കിറ്റ് കൊടുത്ത് വോട്ട് ചോദിച്ചു, ഇന്ന് പെൻഷൻ കൊടുത്ത് വോട്ട് ചോദിച്ചു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിന് നന്ദി കാണിക്കണം. നായ്ക്കളെ പോലെ പറ്റുമെങ്കിൽ വാലാട്ടി നിൽക്കണം, ഇല്ലെങ്കിൽ യജമാന് ദേഷ്യം വരും. വെറും വാലാട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് MM മണിയുടേത് എന്നാണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ പൗരനായിട്ടോ വോട്ടറായിട്ടോ ഒന്നുമല്ല ഇവർ കാണുന്നത്, മറിച്ച് വെറും നായ്ക്കളെ പോലെയാണ്. യജമാനെ കാണുമ്പോൾ നന്ദി കാണിക്കുന്ന, വാലാട്ടുന്ന, എഴുന്നേറ്റ് നിൽക്കുന്ന, തിരുവായ്ക്ക് എതിർവായി പറയാത്ത, പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ആളുകളെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായി ആരെങ്കിലും നിന്നാലോ വോട്ട് ചെയ്താലോ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാലോ എതിർ സ്ഥാനാർത്ഥിയായി നിന്നാലോ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുത്താലോ ബൂത്തിലിരുന്നാലോ MM മണിയുടെ പാർട്ടിക്കാർക്ക് ദേഷ്യം വരും. അവർ തല്ലും കൊല്ലും. പക്ഷെ CPM-കാരെ പോലെ തല്ലി തോൽപ്പിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ജനങ്ങൾക്ക് വേറെ പണിയുള്ളത് കൊണ്ടും അവർ കുത്തി തോൽപ്പിച്ചു. അതെ, ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ജനങ്ങൾ കുത്തി തോൽപ്പിച്ചു. അതാണ് കേരളം ഇന്നലെ കണ്ടത്. ഇത് MM മണിയും അവരുടെ ശിങ്കിടികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശ്രീ MM മണി, ജനാധിപത്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ജനങ്ങളാണ്. 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് MM മണിക്ക് ഇതുവരെ അത് മനസ്സിലായില്ല എങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കുക. ഇനിയും നിങ്ങളെ പോലെയുള്ളവരെ സഹിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കില്ല. അത്ര തന്നെ.